അങ്ങനെ ബിഗ് ബോസിലെ ഈ വട്ടത്തെ വീക്ക്ലി ടാസ്ക് പറക്കും തളികയിലെ ആദ്യ ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. 3 ഘട്ടങ്ങളായിട്ടായിരുന്നു ടാസ്ക്. അപ്പം ആദ്യ ഘട്ടത്തിൽ അസ് യൂഷ്വൽ നമ്മുടെ ആര്യൻ തൂക്കിയിരിക്കുകയാണ് ടാസ്ക്. അപ്പം മുകളിൽ കൂടെ അവർ പന്തെറിഞ്ഞു കൊടുക്കും ബിഗ് ബോസിൻ്റെ ക്രൂ. അപ്പം അവർ ബോൾ പിടിച്ച് അത് സേവ് ചെയ്യുക, അല്ലെങ്കിൽ അത് സേവാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക, ബോക്സിൽ സൂക്ഷിക്കുക എന്നായിരുന്നു അവളുടെ ടാസ്ക്. അപ്പം 2 ടൈപ്പ് പന്താണ് എറിഞ്ഞു കൊടുക്കുന്നത്. ഒരു റെഡ് പന്തും പിന്നെ യെല്ലോ പന്തുമാണ്. റെഡ് പന്ത് വന്നിട്ട് 3 പോയിൻറ്റ്സും യെല്ലോ പന്ത് വന്നിട്ട് 1 പോയിൻറ്റ്സും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇവരുടെ പോയിൻറ്റ്സ് നിലവാരം എങ്ങനെയാണെന്ന് നോക്കാം. ആര്യന് 36 പോയിൻറ്റ്സ് ആണ്. ആര്യന് 10 റെഡ് പന്തും 6 യെല്ലോ പോയിൻറ്റുമാണ് കിട്ടിയത്. അതേപോലെ അക്ബറിന് 32 പോയിൻറ്റ്സ് ആണ്. 8 യെല്ലോയും 8 റെഡും കിട്ടി. അതേപോലെ അനീഷ് തൊട്ട് പിന്നാലെ 3-ാം സ്ഥാനത്ത് 29 പോയിൻറ്റ്സ് ആണ്. 11 യെല്ലോ ബോൾസും അതേപോലെ 6 റെഡ് ബോൾസുമാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത്. അതിന് തൊട്ട് പിറകെ ഷാനവാസ് ഉണ്ട് 17 പോയിൻറ്റുമായിട്ട്. 2 റെഡ് ബോളും 11 യെല്ലോ ബോൾസുമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നാലെ ലക്ഷ്മിയുണ്ട് 15 പോയിൻറ്റ്സ്. ലക്ഷ്മിക്ക് 3 റെഡ് ബോളും 6 യെല്ലോ ബോൾസുമാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ നമ്മുടെ സാബുമാന് 12 പോയിൻറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. 2 റെഡ് ബോളും 6 യെല്ലോ ബോളുമാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നൂറയ്ക്കും നെവിനും സെയിം ആണ്, 8 പോയിൻറ്റ്സ് വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം അനുമോൾക്ക് 7 പോയിൻറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. 1 റെഡ് ബോളും ആൻഡ് 4 യെല്ലോ ബോളുമാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും പുറകിൽ നമ്മുടെ ആദിലയ്ക്ക് കിട്ടിയിരിക്കുന്നത് 3 യെല്ലോ ബോൾസ് മാത്രമാണ്. അപ്പോൾ ഈ ടാസ്ക് ആരെയും തൂക്കി. അപ്പം ഈ ഒരു വീക്ക്ലി ടാസ്ക് ജയിക്കുമ്പം അവർക്ക് എന്തോ ഒരു പ്രത്യേകത, ടിക്കറ്റ് ഫിനാലേക്ക് കിട്ടും എന്നൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ആര്യൻ തന്നെ ആയിരിക്കും ജയിക്കാൻ സാധ്യത. ഫിസിക്കൽ ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആര്യനാണ് എപ്പോഴും അത് തൂക്കാറുള്ളത്. അനുമോളും സാരിയൊക്കെ കൊടുത്തുകൊണ്ടാണ് കളിക്കുന്നത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സ് ധരിച്ചിട്ട് കളിക്കാമായിരുന്നു. അപ്പോൾ നമുക്കിതിലും അടുത്ത ഘട്ടങ്ങൾ നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കമൻസും ലൈക്സും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൻ്റെ രൂപത്തിലിടുക. ഓക്കെ.